ഹലോ, ട്രാവൽ ആൻഡ് ടേസ്റ്റി ബേച്ചുലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിബി നല്ല ഉറക്കമാണ്. നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൗക്കിദാനിലേക്കാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മൾക്ക് അത് അറിയില്ലായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലിബി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ലിബിനെ പുറകിൽ കിടത്തി നമ്മൾ കോട്ടറിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വൈകുന്നേരം ഒരു 4:30-ക്കൊക്കെയാണ് ഇറങ്ങിയത്. നമുക്കിവിടെ അടുത്താണ്. കോട്ടറിന് ഏകദേശം ഒരു 11 കിലോമീറ്ററൊക്കെ ഉള്ളൂ നമ്മൾ. പക്ഷേ ഇത് ഇങ്ങനൊരു സ്ഥലം എവിടെ ഉണ്ടെന്ന് നമ്മൾക്ക് അറിയില്ലായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ലിയോ ബേബിക്ക് വൺ ഡേ ട്രിപ്പായിട്ട് ഇങ്ങടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലിയോ ബേബിനെ വിട്ടില്ല, കാരണം പകൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ലിയോ ബേബിനെ അന്ന് വിടാഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റി. ചൗക്കിദാനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനി ഒരു കൾച്ചർ, രാജസ്ഥാനി ബേസ്ഡ് അവിടുത്തെ കുടിലുകൾ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. റിസോർട്ട് പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ നമ്മൾക്ക് കാണാൻ ഭയങ്കര അടിപൊളി സംഭവമാണ് കേട്ടോ. മീററ്റിൽ ഇതുണ്ടെന്ന് നമ്മൾക്ക് അറിയില്ലായിരുന്നു. രാജസ്ഥാനി ഗ്രാമീണ ജീവിതത്തെ അനുകരിച്ച് ചെയ്യുന്ന ഒരു ഗ്രാമ റിസോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിന് പറയാം. കയറി ചെന്നപ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കൊട്ടും പാട്ടൊക്കെ ആയിട്ട് അവർ നമ്മളെ സ്വീകരിക്കണത് അങ്ങനെയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഗണപതിയുടെ ചെറിയൊരു മന്ദിരമൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ നമുക്ക്. അവിടെ നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത് നേരെ ഇറങ്ങി ചെല്ലണം. വ്യൂ ഇതാണ്, ഇങ്ങോട്ടാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. ഫുള്ള് കുടിലുകൾ അങ്ങനെ ടൈപ്പ് കെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അവരുടെ ജൽജീരയാണ് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. മധുരം ഉണ്ടെന്ന പുളിയുണ്ട്, ഒരു എരിവ് എന്തൊക്കെയോ പോലെ. ഞാൻ കുറച്ചേ കുടിച്ചോളൂ. പിന്നെ അവിടെ ഫുഡ് കഴിക്കുന്നതാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മൾ നേരെ കയറി ചെന്നപ്പോൾ കഴിച്ചില്ല. നമ്മളൊന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് വലിയ ഫോട്ടോ എടുക്കാനൊക്കെ പോയി. അവരുടെ ഗ്രാമത്തിൽ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അത് സെയിം ആയിരിക്കും നമ്മൾക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ ഒരു പയ്യൻ ഇവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കുട്ടിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഫുൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. നമ്മൾ ചെന്നത് വൈകുന്നേരമാണെങ്കിലും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ സംഭവം അത് നമ്മൾക്ക് അവർ തരും. കടി കച്ചോടിയും ചനാച്ചാട്ടും ചായയായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കിട്ടിയത്. ഇവിടെ വൈകുന്നേരം 5 മണി മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. 5 മണി തൊട്ട് 11 മണി വരെ എങ്ങാണ്ടാണ്. അന്നെന്തോ സ്കൂളിൽ നിന്ന് ട്രിപ്പ് ആയതുകൊണ്ടാണ് അവർക്ക് പകൽ ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഇതും ഒരു ഡൈനിങ് ഏരിയ ആണ്. എന്ത് രസമാണെന്ന് നോക്കി കാണാനായിട്ട്. ലിബി അവിടെ നിന്ന് ഓടി വന്ന് അവിടെ ഒരു കസേര ഊന്നാലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കയറി ഇരുന്ന് കളിച്ച് നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. എന്താ പറയുക, ശരിക്കും നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി ചെന്ന പോലെ തന്നെയുണ്ട് കാണാനായിട്ട്. പിന്നെ ഓരോരോ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ 2 പേര് ചെന്നാൽ പോലും അവിടെ എന്താണോ പ്രോഗ്രാം അത് അവർ ചെയ്തു തരും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എല്ലാ പരിപാടികളും. പിന്നെ ആ ഒരു ഡൈനിങ് ഏരിയയിലുള്ളതാണ് ഈ ഒരു സംഭവം. അവർ പാടുന്നത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ ദീദിനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ പർദ മൂവിയാണ് കേട്ടോ മനസ്സിലേക്ക്. കാരണം അതിൽ അനുപമ പരമേശ്വരൻ ഇങ്ങനെ മുഖം മൂടിയിട്ടാണല്ലോ ഇരിക്കണത്. പിന്നെ അവർ ആ കുഞ്ഞിനെയും കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നിൽക്കി ഇനിയും ഞങ്ങൾ പാടിത്തരാമെന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചു നിർത്തിയിട്ട് പെൻഷൻ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. ഇനിയും കുറേ ഉണ്ട് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലിച്ച് നീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു വീഡിയോ ആയി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വേറൊരു പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.